അപ്പൊ ഒരു കാലത്ത് ഭക്തിയോടെ ഭഗവാന്റെ നാരായണ നാമത്തെ ജപിച്ച് ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചു വച്ചതിൻ്റെ ഫലമാണ് പാപത്തിന്റെ പടുകുഴിയിൽ നിന്നും ഒരു നാരായണ നാമജപം കൊണ്ട് അജാമിളന് ചാടിക്കയറാൻ സാധിച്ചത്. അല്ലാതെ എന്ത് മഹാപാപവും ചെയ്യാമെന്നും എന്നിട്ട് അവസാനം ഒരു നാരായണ എന്ന് ജപിച്ചാൽ സർട്ടിഫിക്കറ്റ് അപ്പം ഒപ്പിട്ട് തരും ഗുരുവായൂരപ്പൻ, ഇതല്ല അജാമിള ചരിതം എന്ന് ഓർമ്മിപ്പിക്കുക. ഇവിടെ ഭാഗവതത്തിൽ പറയുന്ന ഒരു രംഗമുണ്ട്. ഗൃണൻ പുത്രോപചാരിതം അജാമിളോപി. മഹാപാപിയായിരിക്കുന്ന ഈ ഒരു അജാമിളൻ തൻ്റെ പുത്രനെയോർത്തൊരു നാമം ജപിച്ചപ്പോൾ തന്നെ ഇത്ര കാരുണ്യം ഭഗവാൻ ചൊരിയണുണ്ടെങ്കിൽ കിം പുന ശ്രദ്ധയാ ഭക്തിയാ, ശ്രദ്ധയോടെ ഭക്തിയോടെ നാമം ജപിച്ചാൽ എത്ര കാരുണ്യം ചൊരിയും. അജാമിളൻ തന്നെ ചിന്തിക്കുക, കൊചാഹം ഹിതവപ്പാപോ ബ്രഹ്മഘ്നോ നിരപത്രപ കൊച നാരായണേത്യേതൽ ഭഗവൻ നാമമംഗളം. മഹാപാപിയായ ഞാനിവിടെ കിടക്കുന്നു, നാരായണ എന്ന ഭഗവാന്റെ തിരുനാമം ഇവിടെ കിടക്കുന്നു, എന്നിട്ടും ഞാൻ അറിയാണ്ടൊന്ന് ജപിക്കുമ്പോഴേക്കും ഭഗവാൻ കാരുണ്യം ചൊരിഞ്ഞില്ലേ. അപ്പൊ ശരിക്കും ഭക്തിയോടെ ജപിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ എത്ര അനുഗ്രഹം ചൊരിയും അല്ലേ. ഭാഗവതത്തിൽ ഇതുപോലെ പല പല സന്ദർഭങ്ങളും കാണാം. പൂതന എന്ന ഘോരരാക്ഷസി കൊല്ലാൻ വേണ്ടിയിട്ട് എന്ന ഭാവത്തിൽ വിഷം കൊടുത്തപ്പോ ആ പൂതനയ്ക്ക് മോക്ഷം കൊടുത്തു കൃഷ്ണൻ. ഭാഗവതം നമ്മളോട് ചോദിക്കുക, കിംപുന ശ്രദ്ധയാ ഭക്തിയാ കൃഷ്ണായ പരമാത്മനേ യച്ഛൻ പ്രിയതമം കിം നൂരക്താസ്തന്മാതരോ യഥാ. വിഷം കുടിച്ച് അവൾക്ക് സദ്ഗതിയെ കൊടുത്തു ഭഗവാൻ എന്നുണ്ടെങ്കിൽ ആ കൃഷ്ണൻ ഇഷ്ടപ്പെട്ട വെണ്ണയും പാലും നിവേദിച്ച വൃന്ദാവനവാസികളെ ഇനി ഭഗവാൻ എത്ര ഉയരത്തിലേക്ക് എത്തിക്കും അല്ലേ. നല്ല ഉറക്കം, കണ്ണടച്ചിട്ടേ നല്ല ഉറക്കം. ഇവിടെയല്ല, അമ്പാടിയിലെ കൃഷ്ണൻ ഉറങ്ങണ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചില ആൾക്കാര് വിചാരിച്ചു എന്നെയാണോ പറയണത്, അല്ല. തൊട്ടിലുള്ള കൃഷ്ണൻ അങ്ങനെ കണ്ണടച്ചിട്ട് നല്ല ഉറക്കം. അങ്ങനെ ഉറങ്ങുന്ന സമയത്താണ് പെട്ടെന്നൊരാള് തന്നെ അങ്ങ് എടുക്കുന്നുണ്ട്, മടിയിൽ വെക്കുന്നുണ്ട്, മാറിടത്തിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ട്, സാരി എടുത്ത് പൊത്തുന്നുണ്ട്. ഒരു നിമിഷം ഭഗവാൻ ചിന്തിച്ചു പോയി ഇത്രേ, എന്ത്, ഇങ്ങനെ തന്നെ തൊട്ടിലിൽ നിന്ന് വാരിയെടുത്ത് മാറിടത്തിലേക്ക് ചേർത്ത് പാല് തരണ ഒരാളേ ഉള്ളൂ ഈ ലോകത്ത്. ആര്? തൻ്റെ അമ്മയായ യശോദ. അറിയാതെ ഒരു നിമിഷം ഭഗവാൻ ആലോചിച്ചു, ഇത് യശോദാമ്മയാണോ? അത്രയും ഉണ്ടായിട്ടുള്ളൂ. അവാപ ജനനിം ഗതിം. യശോദയ്ക്ക് കൊടുക്കാൻ വച്ചൊരു കസേര ഉണ്ടല്ലോ, പൂതന അവിടെ എത്തി. ഭഗവാൻ ഒന്ന് ചിന്തിക്കുമ്പോഴേക്കും. അപ്പോ ആ പൂതനയ്ക്ക് പോലും സദ്ഗതി കൊടുത്ത ഭഗവാൻ ഭക്തിയോടെ നിവേദ്യം കൊടുത്താൽ എത്ര ഉയരത്തിൽ നമ്മൾ എത്തിക്കും. അജാമിളന്, മഹാപാപിയായ അജാമിളന് ഒരു നാമം ജപിച്ചപ്പോ സദ്ഗതി കൊടുത്ത ഭഗവാൻ ആ തിരുനാമത്തെ ഭക്തിയോടെ ജപിക്കുന്ന ഒരു ഭക്തന് എത്ര ഉയരത്തിലേക്കുള്ളതായ എന്തൊക്കെ സദ്ഗതിയെ കൊടുക്കും. ഭാഗവത മാഹാത്മ്യം എന്നുള്ള ഒരു ഭാഗമുണ്ടല്ലോ, എല്ലാ സപ്താഹത്തിൻ്റെ ഈ ആദ്യത്തെ ദിവസം വൈകുന്നേരം ഈ മാഹാത്മ്യം പറയും. 6 അധ്യായങ്ങളാണ് ഭാഗവത മാഹാത്മ്യത്തിലുള്ളത്. അതില് 6ാമത്തെ അധ്യായത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം നടത്താനുള്ള സമ്പ്രദായങ്ങളെക്കുറിച്ച്, അതിൻ്റെ ആചാര്യനാവാൻ, ഭഗവാന്റെ കഥ പറയാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഭാഗവത ആചാര്യനാവാനുള്ള യോഗ്യതകൾ എന്തൊക്കെ ഗുണങ്ങൾ വേണം ഒരു ആചാര്യനാണെന്ന്
ആ ഒരു അധ്യായത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ ആരും വായിച്ചു നോക്കരുതേ അല്ലേ. ആ ഒരു അധ്യായം വായിച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്നാൽ നിങ്ങൾക്ക് ആകെപ്പാടെ ടെൻഷൻ ആവും. എന്തേ, അയ്യോ ഇയാൾക്ക് ആ ഗുണമൊന്നുമില്ലല്ലോ എന്ന് തോന്നും. പക്ഷെ നിങ്ങൾ ചിരിക്കണ്ട, ആ അധ്യായത്തിൽ ഭാഗവത ശ്രോതാക്കളാവാനുള്ള ഗുണവും പറയുന്നുണ്ട്. വായിക്കുമ്പോൾ അതും കൂടെ വായിച്ചാൽ മതി. അപ്പൊ ഭാഗവത ശ്രോതാവാനുള്ള ഗുണവും പറയുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ ഭാഗവത ശ്രോതാക്കളുടെ ഗുണമൊക്കെ നോക്കിയാൽ ഒരെണ്ണത്തിന് എൻ്റെ ഉള്ളിൽ ഇരിക്കാൻ അധികാരം ഉണ്ടാവില്ല, പറയാൻ എനിക്കും അധികാരം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ അറിയോ, ഈ പറഞ്ഞ ഒരു യോഗ്യതകളും ഇല്ലാതെ തന്നെ ഭാഗവതം പറയുമ്പോൾ, ഭാഗവതം കേൾക്കുമ്പോൾ നമുക്ക് ഇത്ര ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ, ഈ യോഗ്യതകളൊക്കെ തികഞ്ഞ ശുഖബ്രഹ്മ ഋഷിയുടെ ഭാഗവത കഥ കേൾക്കുമ്പോൾ പരീക്ഷത്തിന് എത്ര ആനന്ദം കിട്ടിയിട്ടുണ്ടാവും. നാളെ മറ്റന്നാൾ നമുക്ക് കേൾക്കാം പരീക്ഷിത്ത് പറയാ, എന്തിനാ ഗുരുനാഥ കൃഷ്ണാവതാരം ഇങ്ങനെ ചുരുക്കി പറഞ്ഞത്, വിസ്തരിച്ചു പറയൂ, എനിക്ക് വിശപ്പില്ല, എനിക്ക് ദാഹമില്ല എന്നൊക്കെ. ഞാൻ 4-5 ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന പരീക്ഷിത്ത് എനിക്ക് ഭഗവാന്റെ കഥ കേൾക്കുമ്പോൾ വിശപ്പോ ദാഹമോ അറിയണില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോ 2 മണി കഴിഞ്ഞ് തുടങ്ങിയിട്ട് ഇപ്പൊ തന്നെ 4 മണിയാവാൻ ഇനി എത്ര സമയമുണ്ട് എന്ന് നോക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് ചിലപ്പോൾ വിഷമം തോന്നും. ഇങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റുമോ ഭാഗവതം, ഇങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റുമോ ഭാഗവതം എന്ന് തോന്നും. പക്ഷെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഒരു യോഗ്യതയുമില്ലാത്ത നമുക്ക് ഭഗവാന്റെ കഥ ഇത്ര ആനന്ദം തരുന്നുണ്ടെങ്കിൽ, ആ യോഗ്യതകളെല്ലാം തികഞ്ഞ ഒരാൾക്ക്, ഒരു പരമഹംസ ഭാവത്തിലേക്ക് എത്തിയാൾക്ക് ഭാഗവതം പാടുമ്പോൾ കിട്ടുന്ന, ഭാഗവതം കേൾക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം എത്രയായിരിക്കും. ഇവിടെ അല്ലേ, പണ്ട് ഒരു കള്ളൻ ഒരു വീടിൻ്റെ തട്ടുംപുറത്ത് കയറി ഒളിച്ചു കക്കാൻ വേണ്ടിയിട്ട്. വലിയ കോടീശ്വരന്റെ വീട് സെലക്ട് ചെയ്തിട്ട് കയറിയതാ. തട്ടിന്റെ മുകളിൽ കയറി ഒളിച്ചു. ഇവരുറങ്ങണ്ടേ, എന്നാലല്ലേ തൻ്റെ പരിപാടി ആരംഭിക്കാൻ പറ്റൂ. കോടീശ്വരനും ഭാര്യയും വന്ന് ബെഡ്റൂമിൽ കയറി. പക്ഷെ 2 ഉറങ്ങില്ല. പിന്നെയോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. കള്ളൻ ഇങ്ങനെ, വേറെ പണിയൊന്നുമില്ലല്ലോ, വർത്തമാനം കേട്ടുകൊണ്ട് നിൽക്കുക. അപ്പൊ എന്താ ഇവര് പറയണതെന്ന് വെച്ചാൽ, ഈ ഭാര്യ ഭർത്താവിനോട് പറയാണ്, നിങ്ങൾ എന്താ മനുഷ്യ ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട്, എന്തേ നമ്മളുടെ മകൾക്ക് വിവാഹപ്രായം കഴിഞ്ഞു, നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിക്കണ്ടേ, നിങ്ങൾ ഇങ്ങനെ നടന്നാൽ മതിയെന്നൊക്കെ ഭാര്യ ഉപദേശിക്കുമ്പോ ഇയാള് ആ ഭാര്യയോട് പറയുന്നുണ്ട്, ഞാൻ ഇപ്പോ ആലോചിച്ചതേ ഉള്ളൂ. എന്നിട്ട് ഇദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, നമ്മൾക്ക് ഉള്ള സകല സ്വത്തും സമ്പത്തും മുഴുവൻ ഈ മകൾക്ക് അവകാശപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവളെ വിവാഹം കഴിക്കുന്നത് വലിയ കോടീശ്വരനാവണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ ഞാൻ വലിയ ഭക്തനാ. അതുകൊണ്ട് എൻ്റെ മകളെ വിവാഹം കഴിക്കുന്നത് നല്ല ഭക്തിയുള്ള ഒരാളാവണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. സമ്പത്തൊന്നും വേണ്ട, ഈ സമ്പത്തൊക്കെ അയാൾക്കും കൂടിയല്ലേ. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാളെ മകളെയും കൂട്ടി ഗംഗാതീരത്തേക്കൊന്ന് പോവാം. ഗംഗാതീരത്ത് ഭക്തന്മാര് കുറെ ഉണ്ടാവുമല്ലോ. അപ്പൊ ചെറുപ്പക്കാരായ ഏതെങ്കിലും ഒരു ഭക്തനെ കണ്ടാൽ ഇവളെ അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാം. അപ്പൊ ഗംഗാതീരത്ത് ചെന്ന് അവിടെ നല്ലൊരു ഭക്തനെ കണ്ടാൽ എൻ്റെ മകളെ കൊടുക്കാം. ഇത് കേട്ടു ആര് തട്ടും പുറത്തിരിക്കണ കള്ളൻ ആലോചിച്ചു, കിട്ടിയാൽ ഒരു ലോട്ടറി. നാളെ ഗംഗാതീരത്ത് ഞാൻ പോയി ഭസ്മൊക്കെ തൊട്ട് ഇരുന്നിട്ട് ഇയാൾക്കോ മറ്റോ എന്നെ ഇഷ്ടപ്പെട്ടാൽ, മകളെയോ മറ്റോ കല്യാണം കഴിപ്പിച്ച് തന്നാൽ പിന്നെ ജീവിതത്തിൽ തനിക്ക് കക്കേണ്ട ആവശ്യമില്ല. കള്ളൻ എന്ത് ചെയ്തു? പതുക്കെ കയറി അതേ സ്ഥലത്തു കൂടി പുറത്തേക്ക് ഇറങ്ങി ഓടവിടെ തന്നെ വെച്ച് ആ രാത്രി തന്നെ ഏതോ ഒരു നാടക കമ്പനിക്കാരെ പോയി കണ്ട് മേക്കപ്പ് മാൻ്റെ വീട് അന്വേഷിച്ച് അവിടെ പോയി അയാളെ കൊണ്ട് നല്ല ഒരു സന്യാസിയുടെ വേഷമൊക്കെ കെട്ടിച്ചു. പടപട ഭസ്മൊക്കെ തൊട്ട് താടിയൊക്കെ വെച്ച് കാവ്യമുണ്ടും രുദ്രാക്ഷമാലയൊക്കെ ധരിച്ച് ഓടി ഗംഗാതീരത്തേക്ക്. എന്നിട്ടോ ആ ഗംഗാതീരത്ത് ഇങ്ങനെ റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടുത്തെ ആദ്യത്തെ മരത്തിന്റെ ചോട്ടിൽ സീറ്റ് പിടിച്ചു.
കാരണം എന്താ വെച്ചാൽ ഇറങ്ങുമ്പോ തന്നെ കാണണം. എന്താ വെച്ചാൽ അപ്പുറത്തൊക്കെ ഒറിജിനൽ ഭക്തന്മാരുണ്ട്, അവരെ കണ്ടാൽ ചിലപ്പോ തനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലോ. അങ്ങനെ ഇയാള് ഈ മരത്തിന്റെ ചോട്ടിൽ ഈ പെരുങ്കള്ളൻ കണ്ണുമടച്ച് ഭക്തന്റെ വേഷവും കെട്ടിയിരിക്കുക. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ കോടീശ്വരൻ മകളെയും കൂട്ടി വന്നു. കാറിന്റെ ഡോറ് തുറക്കുമ്പോ തന്നെ കണ്ടത് അതിചൈതന്യമുള്ളൊരു സന്യാസി, ഒരു ഭക്തൻ ഇരിക്കുക. ആദ്യ ദർശനത്തിൽ തന്നെ ഇയാൾക്ക് വലിയ ബഹുമാനം തോന്നി. ഈ കോടീശ്വരനും മകളും വന്നിട്ട് കള്ളൻ ഇങ്ങനെ ഒരു കണ്ണ് തുറന്ന് ചെറുങ്ങനെ നോക്കണുണ്ട്, എന്താ ഇയാള് ചെയ്യണതെന്ന്. നോക്കുമ്പോ തൻ്റെ മുൻപിലേക്ക് തൊഴുതു വരിക രണ്ടാളും. ഇത് കണ്ടപ്പോ തന്നെ കള്ളൻ ആശ്ചര്യമായി, തന്നെ ഒരാൾ തൊഴുക എന്നു മാത്രല്ല, ഈ കോടീശ്വരൻ വന്ന് ഈ കള്ളന്റെ കാലിലങ്ങ് നമസ്കരിച്ചു. കോടീശ്വരനായ അയാള് തൻ്റെ കാലിൽ നമസ്കരിക്കുന്നത് കണ്ടപ്പോ തന്നെ ഈ കള്ളന് തോന്നി, തരക്കേടില്ലല്ലോ ഈ വേഷം, അല്ലേ? ഒരു കാവ്യ പുതച്ച് ഒരു ഭസ്മം തൊടുമ്പോഴേക്ക് ഇയാൾ എന്നെ വന്ന് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ ഈ വേഷം മോശമല്ല. എന്നിട്ട് പറഞ്ഞു, ഹേ മഹാത്മാവേ, അങ്ങ് ആരാണെന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും അങ്ങയെ കണ്ടപ്പോ എനിക്കൊരു പരമഭക്തനെ പോലെ തോന്നുന്നു. സർവതരത്തിലും എൻ്റെ ഏക മകളാണ് ഇവള്. എൻ്റെ എല്ലാ സ്വത്തിനും സമ്പത്തിനും അവകാശിയായ ഇവളെ ഞാൻ അങ്ങയ്ക്ക് കല്യാണം കഴിച്ചു തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, സമ്മതാണോ എന്ന് ചോദിച്ചു. ഇവളെ കല്യാണം കഴിക്കാൻ സമ്മതാണോ എന്ന് ചോദിച്ചു. കള്ളൻ എന്തു പറയും? സമ്മതാണ് എന്ന് പറയും. അങ്ങനെ നിങ്ങൾ പറയണ പോലെ കഥ പറയാനാണെങ്കിൽ ഞാൻ വരണോ? ഇവിടെയാണ് ട്വിസ്റ്റ്. കള്ളൻ പറഞ്ഞു സമ്മതല്ല എന്ന് പറഞ്ഞു. കാരണം ഈ ഒരു നിമിഷം കൊണ്ട് ഈ കള്ളന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായി ഇത്രേ, താൻ യഥാർത്ഥത്തിലുള്ള ഒരു ഭക്തനൊന്നുമല്ല, ഒരു കള്ളനാ. അങ്ങനെ പെരുങ്കള്ളനായ ഞാൻ ഉള്ളിലൊരു ഭക്തിയുമില്ലാതെ ഭക്തന്റെ ഒരു വേഷം കെട്ടുമ്പോഴേക്ക് തന്നെ ഭഗവാൻ ഇത്രയും സമ്പത്ത് തനിക്ക് തരുന്നുണ്ടെങ്കിൽ യഥാർത്ഥ ഭക്തി നേടിയാൽ ഭഗവാൻ എത്ര അനുഗ്രഹിക്കും, അല്ലേ? ഒരു ഭക്തന്റെ വേഷത്തിന് തന്നെ ഭഗവാൻ ഇത്ര അനുഗ്രഹം ചൊരിയുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഭക്തിയെ നേടിയാൽ ആ ഭഗവാൻ എത്ര അനുഗ്രഹിക്കും. പിന്നെ ആ കള്ളൻ വേഷം അഴിച്ചു വെച്ചില്ല, ഗംഗാതീരത്ത് അങ്ങനെ നാമം ജപിച്ചു കഴിഞ്ഞു എന്നാണ് കഥ. കഥയോ കാര്യമോ? ഇവിടെ ഭഗവാന്റെ തിരുനാമം അത് ഭക്തിയോടുകൂടി ഒരു തവണയെങ്കിലും ജപിക്കാൻ സാധിച്ചാൽ അതിൻ്റെ ഫലം നശിക്കുന്നതല്ല എന്ന് അജാമിള ചരിത്രത്തിൽ കൂടി ഓർമ്മിപ്പിച്ചു ഭാഗവതം. പിന്നീട് അജാമിള ചരിതം എന്ന പ്രകരണത്തിന് ശേഷം പ്രജേതസ്സുക്കളുടെ ചരിതത്തിലേക്ക് പ്രവേശിച്ചു. പ്രാചീന ബർഹിസിന്റെ 10 പുത്രന്മാരാണ് പ്രജേതസ്സുക്കൾ. ഈ പ്രജേതസ്സുക്കള് മാരിഷ എന്ന കന്യകയെ വിവാഹം ചെയ്തു. അതിലുണ്ടായ മകനാണ് പ്രാചേതസ ദക്ഷൻ. ഈ പ്രാചേതസ ദക്ഷൻ എന്ന പുത്രൻ വളർന്ന് വിവാഹപ്രായമായി അദ്ദേഹം അസിക്നി എന്ന കന്യകയെ വിവാഹം ചെയ്തു. തൻ്റെ യോഗസിദ്ധി കൊണ്ട് ഒരു 10,000 ആൺകുട്ടികളെ ഈ ദക്ഷൻ സൃഷ്ടിച്ചു എന്നാണ് കഥ. 10,000 ആൾക്കാർക്ക് ഇപ്പൊ പേര് വിളിക്കാൻ പറ്റുമോ? അതുകൊണ്ട് എല്ലാവർക്കും കൂടി ഒരു പേര് ഹര്യശ്വന്മാര് എന്ന് പേര് വിളിച്ചു. അവരൊക്കെ യോഗസിദ്ധി കൊണ്ടുണ്ടായവരായതുകൊണ്ട് വളരെ പെട്ടെന്ന് ചെറുപ്പക്കാരായിട്ട് മാറി. ദക്ഷൻ ആ മക്കളോട് പറഞ്ഞു, മക്കളെ, നിങ്ങളൊക്കെ വിവാഹം ചെയ്ത് സന്താനോൽപാദനം നടത്തി കുടുംബത്തെ ഉണ്ടാക്കണം. നമുക്ക് വലിയൊരു കുടുംബം ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കാം. മുത്തശ്ശനായി മുതുമുത്തശ്ശനായിട്ട് എനിക്കെങ്ങനെ സന്തോഷിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ഈ ഹര്യശ്വന്മാര് 10,000 കുട്ടികളും കല്യാണം കഴിക്കാൻ പുറപ്പെട്ടു. അങ്ങനെ പോകുന്ന വഴിയിലാണ് അവരുടെ മുൻപിലേക്ക് നാരദ മഹർഷി അവതരിച്ചത്. നാരദര് കല്യാണം കഴിക്കാൻ പോണ അവരോട് പറഞ്ഞു, നിങ്ങൾ കല്യാണം കഴിച്ചോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാനൊരു 10 ചോദ്യം ചോദിക്കാം, എന്നിട്ട് അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾ കല്യാണത്തിന് പോയിക്കോളൂ. ഇതാണ് നാരദരുടെ സൂത്രം. കാരണം എന്താ അറിയാ, ഈ 10 ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞാൽ പിന്നെ അയാൾക്ക് കല്യാണം കഴിക്കാൻ തോന്നില്ല, അല്ലേ? പണ്ട് ഒരു കുട്ടി അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് മിഠായി വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ അച്ഛൻ പറഞ്ഞു, ഞാൻ നിന്നോടൊരു കാര്യം പറയാം, അത്
നീ അനുസരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഞാൻ പറയണത് മുഴുവൻ കേട്ട് നീ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നിനക്ക് ഞാൻ മുട്ടായി തരാം. അപ്പൊ ഇവൻ വിചാരിച്ചു ആയിക്കോട്ടെ. അച്ഛൻ ഒരു അരമണിക്കൂർ മിഠായി കഴിച്ചാലുള്ള ദോഷം മുഴുവൻ പറഞ്ഞു കൊടുത്തു. ഇപ്പൊ എന്തായി? ഇത് കഴിഞ്ഞിട്ട് മിഠായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായിട്ടില്ല എന്നാവും. മിഠായിയുടെ ദോഷ പറഞ്ഞു കൊടുത്തത്, കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെ നാരദരുടെ ഒരു സൂത്രം, 10 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾ കല്യാണത്തിന് പോയിക്കോളൂ. അങ്ങനെ നാരദര് ചോദിച്ച ചോദ്യങ്ങളാണ് വാചക്കൂടം എന്നുള്ള 10 ചോദ്യങ്ങൾ. എപ്പോഴും തിരിയുന്ന ചക്രം ഏതാണ്? 2 ഭാഗത്തേക്കായി ഒഴുകുന്ന നദീപ്രവാഹം ഏതാണ്? അനുനിമിഷം വേഷം മാറുന്ന സുന്ദരി ആരാണ്? ഒരു പുരുഷൻ മാത്രമുള്ളതായ രാജ്യം ഏതാണ്? 24 വസ്തുക്കളെ കൊണ്ടുണ്ടാക്കിയ കൊട്ടാരം ഏതാണ്? അകത്തേക്ക് കടന്നാൽ പുറത്തേക്ക് വരാൻ പറ്റാത്തതായ ഗുഹ ഏതാണ്? ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ. അപ്പൊ ചോദ്യം ചോദിക്കണത് ആരാ? നാരദ മഹർഷിയാണ്. അപ്പൊ വെറുതെ ഒരു സമ്മാനപ്പൊതിക്കുള്ള ചോദ്യം ആവില്ല. നാരദരുടെ ചോദ്യം അത് ബ്രഹ്മാവലോകധിഷണം, ഈ തലച്ചോറിനെ ചിന്തിപ്പിക്കുന്ന ചോദ്യങ്ങൾ തന്നെ എന്നുറപ്പിച്ച് ഈ ഹര്യശ്വന്മാര് ഉത്തരം പറഞ്ഞു. എപ്പോഴും തിരിയുന്ന ചക്രം, നമുക്കൊന്നും പിടിച്ചു നിർത്താൻ പറ്റാത്ത ചക്രം, നമ്മൾ വിചാരിച്ചാൽ പിടിച്ചു നിർത്താൻ പറ്റാത്ത ചക്രം, കാലചക്രം അഥവാ സമയം. അല്ലേ? നമുക്ക് ആർക്കെങ്കിലും നിയന്ത്രിക്കാൻ പറ്റുമോ? തൊട്ടു മുമ്പ് കഴിഞ്ഞു പോയ 3 മണി ഇനി നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. ദേ ഞാൻ പൈസ കൊടുത്തു വാങ്ങിയ എൻ്റെ വാച്ച എനിക്ക് ഇഷ്ടമുള്ള സമയം വയ്ക്കും എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കാതെ, എന്നാൽ നമ്മളെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു കാലം അഥവാ സമയം. അല്ലേ? ഈ ലോകത്തില് ജനിച്ച നിമിഷം മുതൽ മരിക്കുന്നതുവരെ സമയത്തെ നിയന്ത്രിക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. പണമുള്ളവർക്ക് സാധിക്കൂ? അധികാരമുള്ളവർക്ക് സാധിക്കൂ? ശരീരബലമുള്ളവർക്ക് സാധിക്കൂ? ഇല്ല. ഈ ലോകത്തില് എല്ലാവരും സമയത്തിന്റെ അടിമകളാണ്, കാലത്തിന്റെ അടിമകളാണ്. അല്ലേ? എത്ര വലിയ കോടീശ്വരനാണ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഈയിടെ ഞാൻ വായിച്ചു, അംബാനിയുടെ മകന്റെ കയ്യിലെ വാച്ചിന് 40 കോടിയാണ് അത്ര വില. വായിച്ചിട്ടില്ലേ നിങ്ങൾ? ഈ ഭാഗവതമൊക്കെ വായിക്കുന്ന സമയം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിക്കൂ, വിവരം വയ്ക്കൂ. അല്ലാണ്ട് ഈ ഭാഗവതം വായിച്ചിട്ട് എന്താ കാര്യം? അല്ലേ? അംബാനിയുടെ മകന്റെ കയ്യിലെ വാച്ചിന് ലോകത്തിലാകെ അങ്ങനെ 2 വാച്ചോ മറ്റേ ഉള്ളൂ. അതിലൊന്നാ ഇയാളുടെ കയ്യിലുള്ളത്. 40 കോടിയാ വില. എന്താ അല്ലേ? പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? അതിലും 3.5 എണ്ണ ഇപ്പൊ സമയം. അല്ലേ? 40 കോടിയുടെ അയാളുടെ വാച്ചിലും 400 രൂപയുടെ എൻ്റെ വാച്ചിലും സമയം ഒരുപോലെ വെക്കാനേ പറ്റുള്ളൂ. അല്ലാണ്ട് 40 കോടിയാണെന്ന് വെച്ചാൽ അയാൾക്ക് തോന്നിയ പോലെ വെക്കാനൊന്നും പറ്റില്ല. അപ്പോ കാലം എന്നുള്ളതായ മഹാശക്തി സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നു സദാസമയവും. പറഞ്ഞ് സമയം പോയത് അറിഞ്ഞിട്ടില്ല കേട്ടോ എന്ന് നമ്മൾ പറയുമ്പോ നമ്മൾ അറിയണം, നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ആയുസ്സു പോകുന്നതേതും അറിയില്ല. അല്ലേ? മായയിൽ മുങ്ങിക്കിടക്കയാൽ എന്ന അധ്യാത്മരാമായണം വായിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ആ ഭാഗം. ഏതായാലും കാലചക്രമാണ് എപ്പോഴും തിരിയുന്ന ചക്രം. തിരിച്ചു വരാൻ പറ്റാത്ത ഗുഹ മോക്ഷമാണ്. 24 വസ്തുക്കളെ കൊണ്ടുണ്ടാക്കിയ വസ്തു ശരീരമാണ്. ഒരു പുരുഷൻ മാത്രമുള്ളതായ രാജ്യം ഈ പ്രപഞ്ചമാണ്. ഭഗവാനാണ് ഏകപുരുഷൻ. 2 ഭാഗങ്ങളിലേക്കായി ഒഴുകുന്ന നദി, ഒരു നദി അങ്ങോട്ടൊഴുകുന്നു, വേറൊരു നദി ഇങ്ങോട്ടൊഴുകുന്നു. ഏതാ ഈ നദി? ജനന മരണ പ്രവാഹം. അല്ലേ? സദാസമയവും നിലയ്ക്കാതെ ഒഴുകുന്ന നദികൾ. അല്ലേ? ഇപ്പൊ മരിക്കണുണ്ടാവില്ലേ ആൾക്കാര്? ഇപ്പൊ ഈ ലോകത്തിൽ മരണം നടക്കണുണ്ടാവില്ലേ? ഇപ്പൊ മരിക്കണുണ്ടാവില്ലേ ആൾക്കാര്? 3.5 ആയിട്ടുള്ളൂ. മരണത്തിന് അങ്ങനെ 3.5 അല്ലേ? ഒരു ഭാഗത്തുകൂടി ഇപ്പൊ കോടിക്കണക്കിന് ആൾക്കാര്, ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾ മരിക്കണുണ്ട്. മരിക്കുക മാത്രമാണോ? അതേ സമയം അപ്പുറത്തുനിന്ന് ജനിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. പിന്നെ അനുനിമിഷം വേഷം മാറുന്ന സുന്ദരി. ഏതാ സുന്ദരി? ബുദ്ധിയാണ് ആ സുന്ദരി, പുരഞ്ജനി. ഇവള് ഇടുന്ന വേഷം എന്താ അറിയോ? ചിന്തകളാകുന്നതായ വേഷം. അല്ലേ?
നമ്മുടെ ബുദ്ധി പല 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 ചിന്തകൾ ഇങ്ങനെ ഒരു നിമിഷം, ഒരു മിനിറ്റിൽ തന്നെ നമ്മുടെ ഉള്ളിൽ എത്ര തരം ചിന്തകൾ ഇങ്ങനെ കയറി ഇറങ്ങി പോണുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു നാരദരോട്. ആര്? ഈ ഹര്യശ്വന്മാര്. അവരെ മുഴുവൻ സന്യാസികളാക്കി മാറ്റി നാരദര്. ദക്ഷൻ വീണ്ടും സൃഷ്ടിച്ചു ശബളാശ്വന്മാര് എന്ന് പറഞ്ഞിട്ട് 1000 കുട്ടികളെ. അവരോട് പറഞ്ഞു, നിങ്ങൾ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം. നാരദർ അവരോടും ഇതേ 10 ചോദ്യം ചോദിച്ചു. അവരും ഉത്തരം പറഞ്ഞു. അവരെയും സന്യാസികളാക്കി മാറ്റി. ദക്ഷന് സഹിച്ചില്ല. നാരദരെ ശപിച്ചു ദക്ഷൻ. എവിടെയെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് കുറച്ചു സമയം നിന്റെ ചോദ്യം ചോദിക്കലൊക്കെ കഴിഞ്ഞാലല്ലേ ആൾക്കാരെ സന്യാസിയാവുള്ളൂ. ഇനി ഒരു സ്ഥലത്തും നിനക്ക് ഇരിക്കാൻ പറ്റാണ്ട് പോട്ടെ. എവിടെയെങ്കിലും അധിക സമയം ഇരുന്നാൽ അപ്പോ നിന്റെ തല പൊട്ടിത്തെറിക്കും എന്ന് ശപിച്ചു നാരദരെ. പക്ഷേ നാരദർക്ക് അത് കേട്ടപ്പോൾ ഒരു ശാപമായിട്ടൊന്നും തോന്നിയില്ല. ഇപ്പൊ ഒരു സ്ഥലത്ത് ഇരുന്നാലാ കുഴപ്പം. എന്തേ? ഇരുന്ന സീറ്റുമായിട്ട് ബന്ധം, അവിടുത്തെ ആൾക്കാരുമായിട്ട് ബന്ധം. അപ്പോ കെട്ടിക്കിടക്കണ വെള്ളത്തിലാണ് അഴുക്കുണ്ടാവുക, ഒഴുകുമ്പോ ശുദ്ധജലമായിരിക്കും എന്നതുപോലെ ഇപ്പൊ ഒരു സ്ഥലത്തിരുന്ന് ഭഗവാന്റെ കഥകൾ പാടുന്ന തനിക്ക് ദക്ഷൻ ഇങ്ങനെ ശാപം തന്നതുകൊണ്ട് എന്തായി? ലൈസൻസായി. ഇനി ലോകം മുഴുവൻ ഭഗവാന്റെ കഥ പാടി നടക്കാം, ആരും കുറ്റം പറയില്ല. അല്ലേ? നമ്മളിപ്പോ ഭാഗവതം പറഞ്ഞുകൊണ്ട് ഈ റോഡിന്റെ മുകളിൽ കൂടി നടന്ന ആൾക്കാര് കുറ്റം പറയും. നാരദര് പോയാൽ ആരും കുറ്റം പറയില്ല. കാരണം എന്താ? അയാൾക്ക് ശാപുണ്ട്, ഇരുന്നാ തല പൊട്ടിത്തെറിക്കും, അതുകൊണ്ടാ പാവം, എന്നാ പിന്നെ പോയിക്കോട്ടെ. ഇങ്ങനെ നാരദർക്ക് ദക്ഷന്റെ ശാപം പോലും അനുഗ്രഹമായിട്ട് അനുഭവിക്കാൻ സാധിച്ചു. ഇവിടെ ദക്ഷന് പിന്നീട് 60 പെൺകുട്ടികൾ ഉണ്ടായി. ആ 60 പെൺകുട്ടികളിൽ നിന്നുണ്ടായതാണ് ഈ പ്രപഞ്ചത്തിലെ സർവ്വജീവജാലങ്ങളും എന്ന് ഓർമ്മിപ്പിച്ച് ആ വംശപരമ്പരയെ പറയുമ്പോഴാണ് ദക്ഷന്റെ പെൺകുട്ടികളിൽ പ്രധാനികളായിരുന്നു ദിതി, അദിതി എന്നുള്ള സഹോദരിമാര്. ഇവരെ വിവാഹം ചെയ്തത് കശ്യപ പ്രജാപതി. ഇതിൽ ദിതിയുടെ മക്കളാണ് ദൈത്യന്മാര്, ദാനവന്മാര്, അസുരന്മാര്. അതിഥിയുടെ മക്കളാണ് ദേവന്മാര് എന്ന് പറഞ്ഞു വരുമ്പോഴാണ് ഇതിൽ രണ്ടിലും പെടാതെ എന്നാൽ രണ്ടിലും പെടുന്ന ഒരാളുണ്ടായിരുന്നു. തൊഷ്ടാവ് എന്ന ദേവന് രചന എന്ന അസുരകന്യകയിലുണ്ടായ മകനാണ് വിശ്വരൂപൻ. ഈ വിശ്വരൂപനെ പണ്ട് ദേവന്മാര് അവരുടെ ഗുരുനാഥനായിട്ട് കുറച്ചു കാലം സ്വീകരിച്ചു എന്ന് കേട്ടപ്പോ കഥ കേൾക്കുന്ന പരീക്ഷത്തിനൊരു സംശയം. അസുരയോനിയിൽ പിറന്ന ഈ ഒരു വിശ്വരൂപനെ എങ്ങനെയാ ദേവന്മാര് സ്വീകരിച്ചത്? ദേവന്മാര് വലിയ ആഢ്യത്വവും ആഭിജാത്യവും ഒക്കെ പറയുന്ന ആൾക്കാരല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് വൃത്രാസുര ചരിതം എന്ന പ്രകരണത്തിലേക്ക് ഗുരുനാഥൻ പ്രവേശിക്കുന്നത്. നമ്മളൊന്നും ഇതുവരെ പോയിട്ടില്ലെങ്കിലും സ്വർഗം എന്ന് കേട്ടാൽ നമുക്കൊരു കാര്യം ഉറപ്പാ, നല്ല സുഖമുള്ള സ്ഥലം അത് അല്ലേ? സ്വർഗം പറ്റിയാവുന്ന പോണമെന്നൊക്കെ തോന്നിയിട്ടില്ലേ? എന്നാ ഭാഗവതത്തിലെ ഇന്ദ്രനോട് ചോദിക്കണം. ഇന്ദ്രൻ പറയാ, ഇങ്ങോട്ട് വരികയേ വേണ്ട. എന്തേ? ഇവിടെ എല്ലാം ഉണ്ട്, പക്ഷേ സമാധാനവും ഇല്ല, ഭാഗവതവും ഇല്ല. അതുകൊണ്ടാണ് മഹാത്മ്യത്തിൽ കാണാൻ നമുക്ക് ശ്രീശുക ബ്രഹ്മർഷി ഗംഗാതീരത്ത് പരീക്ഷത്തിന് ഭാഗവതം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോ പിറകുന്ന ഒരാള് സുഖബ്രഹ്മർഷി ഇങ്ങനെ തോണ്ടി വിളിച്ചു. എന്നിട്ട് ഒരു പാത്രത്തിലുള്ള ഒരു സാധനം ഇങ്ങനെ കാണിച്ചിട്ട് സുഖബ്രഹ്മർഷിയെ മോഹിപ്പിക്കുക. ഒറിജിനല്, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല, അമൃത. അന്ന് പാലാഴിയിൽ നിന്ന് കിട്ടിയത് കുറച്ച് ഞാൻ കുപ്പിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതെ, ഇത് പരീക്ഷത്തിന് കൊടുക്കൂ. എന്നിട്ട് അങ്ങിപ്പ പറയാൻ ഭാവിക്കണ പരീക്ഷത്തിന് കൊടുക്കാൻ ഭാവിക്കുന്ന ഒരു അമൃതല്ലേ? ഏത്? ഭാഗവതാമൃതം. ഒന്ന് സ്വർഗത്തിൽ വന്നിട്ട് ഒരു സപ്താഹം. എന്തിന്? നയത്ര വൈകുണ്ഠ കഥാസുധാപക ന സാധവോ ഭാഗവത തദാശ്രയാ. സ്വർഗത്തില് പാരിജാതുണ്ട്, അപ്സരസുണ്ട്, ഐരാവതുണ്ട്, പക്ഷേ ഭഗവാന്റെ നാമില്ല, ഭാഗവതില്ല. അതുകൊണ്ട് എന്താ? ഞങ്ങൾക്ക് അവിടെ സമാധാനവും ഇല്ല. അപ്പോ ത്രിഭുവനങ്ങളുടെയും ഐശ്വര്യം സ്വർഗത്തിലുണ്ട്. ആ സ്വർഗത്തിന്റെ അധിപതിയാണ് ആര്? ഇന്ദ്രൻ. ഈ ഇന്ദ്രൻ ഒരിക്കൽ തൻ്റെ ഗുരുനാഥനായ ബൃഹസ്പതിയെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ചു. ഗുരുനാഥനായ ബൃഹസ്പതിക്ക് ശിഷ്യന്റെ അഹങ്കാരം മനസ്സിലായി. അവിടെ അപ്രത്യക്ഷനായി. ഗുരുനാഥനെ കാണാണ്ടായപ്പോൾ ടെൻഷനായി ദേവേന്ദ്രന്. ചെന്ന് ബ്രഹ്മാവിനോട്
ചോദിച്ചു, എന്തു വേണം? ബ്രഹ്മാവ് പറഞ്ഞു, തൽക്കാലം എവിടുന്നെങ്കിലും പുതിയൊരു ഗുരുനാഥനെ സംഘടിപ്പിക്കുക. ഇതങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റുന്ന സാധനമാണോ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ? പറ്റും. ഭൂമിയില് വിശ്വരൂപൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. ഈ വിശ്വരൂപൻ നല്ല തപശക്തിയുള്ള ആളാ. പോരാത്തതിന് അദ്ദേഹത്തിന്റെ കയ്യിൽ ദിവ്യമായ ഒരു മന്ത്രമുണ്ട്, നാരായണ കവചം. നിങ്ങൾ പോയിട്ട് വിശ്വരൂപനെ ഗുരുനാഥനാക്കിയാൽ അയാൾ അത് നിങ്ങൾക്ക് ഉപദേശിക്കും. ഗുരുവിൽ നിന്ന് മന്ത്രോപദേശമായിട്ട് നാരായണ കവചത്തെ നിങ്ങൾ സ്വീകരിച്ചാൽ പിന്നെ ഒരു തരത്തിലുള്ള ആപത്തുകളും നിങ്ങളെ ബാധിക്കില്ല. ഇത് കേട്ടതും ദേവേന്ദ്രനും വായുദേവനും വരുണദേവനും ഒക്കെ പുറപ്പെട്ടു വിശ്വരൂപനെ കാണാൻ. വിശ്വരൂപൻ പറഞ്ഞു, ഇന്ദ്ര, ഞാൻ ഭിക്ഷ എടുത്തിട്ട് ജീവിച്ചോളാം, എന്നാലും നിന്റെ ഗുരുനാഥനാവാൻ വരുന്നില്ല. സമ്മതിച്ചില്ല ആദ്യം. പിന്നെ പലതരത്തിലും പ്രലോഭിപ്പിച്ചവിടുന്ന് കൊണ്ടുപോയി വിശ്വരൂപനെ ഗുരുനാഥനാക്കി. ശിഷ്യന്മാരായ ഇന്ദ്രാദികൾക്ക് വിശ്വരൂപൻ നാരായണ കവചം എന്ന ദിവ്യമന്ത്രം ഉപദേശിച്ചു. ആ കവചമന്ത്രത്തെ ധരിച്ചതോടുകൂടി സകല തരത്തിലുള്ള ഭയങ്ങളും ദേവന്മാർക്ക് അസ്തമിച്ചു. എന്തെന്നില്ലാത്തതായ ഐശ്വര്യം അവർക്ക് വർദ്ധിച്ചു. ഐശ്വര്യമൊക്കെ തിരിച്ചു വന്നപ്പോ എന്തായി? ഇന്ദ്രന്റെ തലയിൽ പഴയ അഹങ്കാരം ആദ്യം കയറി. ഇന്ദ്രൻ ആലോചിച്ചു, ഈ വിശ്വരൂപന്റെ അമ്മ വീട്ടുകാർ അസുരന്മാരാ, അപ്പോ ഇയാളെ ഒന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ അസുരന്മാരെയും സ്നേഹിച്ചു എന്ന് വരാം. പതുക്കെ ദേവേന്ദ്രൻ എന്ത് ചെയ്തു? വിശ്വരൂപൻ അറിയാതെ വിശ്വരൂപനെ നിരീക്ഷിച്ചു. നോക്കുമ്പോ ഈ വിശ്വരൂപൻ ഉണ്ടല്ലോ, ഇന്ദ്രായ സ്വാഹ, വായവയ സ്വാഹ, വരുണായ സ്വാഹ, അഗ്നയ സ്വാഹ എന്നൊക്കെ ദേവന്മാർക്ക് വേണ്ടിയിട്ട് ഹോമിക്കും. എന്നിട്ട് അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് സ്വാഹ, അതെന്ത് സ്വാഹ? ദേവേന്ദ്രന് സംശയായി. പിന്നെയാണ് ദേവേന്ദ്രൻ മനസ്സിലാക്കിയത്, ഈ വിശ്വരൂപൻ അസുരന്മാർക്ക് വേണ്ടിയിട്ടും ചില ഹോമൊക്കെ ചെയ്യുന്നുണ്ട്, അതും തൻ്റെ നെയ്യെടുത്തിട്ട്. വെറുതെ വിടുവോ? വാളെടുത്ത് വിശ്വരൂപന്റെ തല വെട്ടിക്കളഞ്ഞു. അതോടെ ഒരു ബ്രഹ്മഹത്യാപാപം ഇന്ദ്രനെ പിടികൂടാൻ വന്നു. തൽക്കാലം പല സമ്മാനങ്ങളും കൊടുത്ത് 4 വിധത്തിലുള്ള ആൾക്കാർക്ക് ബ്രഹ്മഹത്യയെ വീതിച്ച് രക്ഷപ്പെട്ടു ദേവേന്ദ്രൻ. എന്നാൽ വിശ്വരൂപന്റെ അച്ഛനായ ത്വഷ്ടാവിന് ഇത് സഹിച്ചില്ല. തൻ്റെ പുത്രനെ വധിച്ച ഇന്ദ്രനെ വധിക്കാൻ ഒരു പുത്രൻ ഉണ്ടാവട്ടെ എന്ന് മന്ത്രം ചൊല്ലി ഒരു ഹോമം ചെയ്തു. പക്ഷേ മന്ത്രത്തിലൊരു പിഴവ് വന്നു എന്നാണ്. ഇന്ദ്രനെ കൊല്ലാൻ ഒരു പുത്രൻ ഉണ്ടാവട്ടെ എന്നാണ് മന്ത്രം ചൊല്ലിയത്. പക്ഷേ ചെറിയൊരു തെറ്റുകൊണ്ട് ഇന്ദ്രന് കൊല്ലാൻ ഒരു പുത്രൻ ഉണ്ടാവട്ടെ എന്നായിത്തീർന്നു. അവിടെ ഘോരരൂപിയായിട്ട് വൃത്രാസുരൻ എന്ന ഒരസുരൻ ഉദ്ഭവിച്ചു. ആ വൃത്രാസുരൻ അട്ടഹസിച്ചുകൊണ്ട് ദേവലോകത്തേക്ക് ഇന്ദ്രാദികളെ പരാജയപ്പെടുത്താൻ പോകുന്നതായ രംഗം. വൃത്രാസുരന്റെ അട്ടഹാസം കേട്ട് ഭയന്നതായ ഇന്ദ്രാദി ദേവന്മാര് ഭഗവാനെ വിളിച്ചു പ്രാർത്ഥിച്ചു. ഭഗവാൻ ഇന്ദ്രന്റെ മുൻപിൽ അവതരിച്ചിട്ട് പറഞ്ഞു, ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. എന്താ വഴി? ദധീജി എന്ന നാരായണ കവച മന്ത്രത്തെ സിദ്ധി നേടിയതായ മഹർഷി, ആ ദധീജി മഹർഷിയുടെ നട്ടെല്ലുകൊണ്ട് വജ്രായുധം നിർമ്മിച്ച് വൃത്രാസുരനെ വധിക്കാം. അതിനയാൾ നട്ടെല്ല് തരുമോ? പോയി ചോദിക്കണം. ഒരു നാണമില്ലാണ്ട് ഇന്ദ്രാദി ദേവന്മാര് വന്ന് ദധീജിയുടെ മുമ്പിൽ വന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഹേ ദധീജി മഹർഷേ, അങ്ങയുടെ നട്ടെല്ല് ഞങ്ങൾക്ക് വേണം. എന്തിന്? ആയുധം ഉണ്ടാക്കാൻ. തൻ്റെ ശരീരം കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നടക്കട്ടെ എന്ന ഭാവത്തില് സമാധിയില് ആ ദധീജി തൻ്റെ ജീവനെ അവിടെ ഭഗവാനിലേക്ക് ചേർത്തു. ദധീജിയുടെ ശരീരം പൊളിച്ച് ആ നട്ടെല്ല് കൊണ്ട് വിശ്വകർമാവിന് കൊടുത്ത് ദേവശില്പി ഇന്ദ്രന് നിർമ്മിച്ചു കൊടുത്ത ആയുധമാണ് വജ്രായുധം. ഈ വജ്രായുധവും കയ്യിലെടുത്ത് ദേവേന്ദ്രൻ പുറപ്പെട്ടു വൃത്രാസുരനെതിരെ യുദ്ധത്തിന്. അത് തേജസ്സുള്ളതായ വജ്രായുധവുമായി വരുന്ന ദേവേന്ദ്രനെ കണ്ടതും വൃത്രാസുരന്റെ ഒപ്പം അതുവരെ ഓടി വന്ന സകല അസുരന്മാരും പേടിച്ച് യുദ്ധഭൂമിയിൽ നിന്ന് പലായനം ചെയ്യാൻ പുറപ്പെട്ടു. യുദ്ധഭൂമിയിൽ നിന്ന് അസുരന്മാരൊക്കെ ഓടാൻ തുടങ്ങിയപ്പോൾ വൃത്രാസുരൻ ആ അസുരന്മാർക്കൊരു ഉപദേശം കൊടുത്തു. എന്താ വൃത്രാസുരന്റെ ഉപദേശം? ഹേ വിപ്രചിത്തേ നമുചേ പുലോമൻ മയാനർവൻ ശംബരമേ ശൃണുത്വം. ഹേ കൂട്ടുകാരെ, നിങ്ങൾ എന്തിനാ ഓടുന്നത്? ഞാൻ പറയണതൊന്നു കേൾക്കൂ. എന്താ കേൾക്കേണ്ടതെന്നറിയോ? ജാതസ്യ മൃത്യുർധ്രുവ ഏഷ സർവത.
മരിക്കുമല്ലോ എന്ന് പേടിച്ചിട്ടാണ് നിങ്ങൾ ഓടുന്നത് എന്നുണ്ടെങ്കിൽ ഓടിയാൽ നിങ്ങൾ മരിക്കും. കാരണം എന്താ? നിങ്ങളൊക്കെ ജനിച്ചു കഴിഞ്ഞു. ജാതസ്യ മൃത്യുർ ധ്രുവ ഏഷ സർവദ. ജനിച്ചാൽ പിന്നെ ഒറ്റ കാര്യത്തിലേ ഗ്യാരണ്ടി ഉള്ളൂ. എന്ത്? എത്ര കാലം ജീവിക്കുന്നോ, എന്ത് ജോലി കിട്ടുന്നോ, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ചാവും, അതുറപ്പാ. ജനിച്ചാൽ ആകെ ഉറപ്പുള്ള ഒരു കാര്യം മരിക്കും എന്നുള്ളതാണ്. കാരണം മരണത്തിന് ശരിക്കും ഒരു കാരണമേ വേണ്ടൂ, അല്ലേ? ഇപ്പം നമ്മൾ അയാൾ എങ്ങനെയാ മരിച്ചത് എന്ന് ചോദിച്ചാൽ പല പല കാരണവും പറയും, അല്ലേ? പനി വന്നിട്ടാ മരിച്ചത്, വണ്ടി തട്ടിയിട്ടാ മരിച്ചത്, തേങ്ങ വീണിട്ടാ മരിച്ചത് എന്നൊക്കെ പല കാരണവും പറയും. പക്ഷെ ശരിക്കും മരിക്കാൻ ഇതൊന്നുമല്ല കാരണം, അല്ലേ? അതുകൊണ്ട് ഇനി ആരെങ്കിലും ചോദിച്ചാൽ എന്തുകൊണ്ടാ മരിച്ചത് എന്ന് ചോദിച്ചാൽ അപ്പ പറയാ, എന്ത്? ജനിച്ചത് കൊണ്ടാണ് മരിച്ചത്, ഇല്ലെങ്കിൽ പണിയേ ഇല്ലായിരുന്നു, അല്ലേ? അപ്പോ ജനിച്ചത് കൊണ്ടാണ് മരിച്ചത്. അപ്പൊ മരിക്കാണ്ടിരിക്കാൻ എന്താ വഴി? ഇത് അടുത്ത ചോദ്യം. മരിക്കാണ്ടിരിക്കാൻ എന്താ വഴി? വഴിയില്ല എന്നൊന്നും പറയരുത്, വഴിയൊക്കെയുണ്ട്. മരിക്കാണ്ടിരിക്കാൻ വഴിയുണ്ട്. എവിടെ ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിൽ മരിക്കാണ്ടിരിക്കാൻ വഴിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത് പറയാൻ വിട്ടുപോയി. പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി അമ്പലത്തിന്റെ പിറകിലെത്തിയപ്പോൾ 3-4 ആൾക്കാര് കാത്തു നിൽക്കുന്നുണ്ട് വഴിയിൽ. ഞാൻ ആദ്യം വിചാരിച്ചു അടിക്കാനോ പറ്റാവോ? ആചാര്യനെ അടിക്കൊന്നുമില്ല. പിന്നെന്താ? പിന്നെ മനസ്സിലായി, സംശയം ചോദിക്കും, എന്തോ ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞില്ലേ? എന്ത്? മരിക്കാണ്ടിരിക്കാൻ. അല്ലേ? ഇപ്പോ മരിക്കാതിരിക്കാൻ പഠിക്കണമെങ്കിൽ ജനിക്കാതിരിക്കാൻ പഠിക്കണം. ആദ്യം ജനിക്കാതിരിക്കാൻ പഠിക്കണമെങ്കിൽ മരിക്കാതിരിക്കാൻ പഠിക്കണം. ആദ്യം ജനിച്ചെന്നു തൊട്ടേ മരിക്കുന്നു ദേഹം. ജനിക്കാത്ത ദേഹിക്കിടയ്ക്കൊന്നിരിക്കാൻ എടുക്കുന്നതല്ലോ മരിക്കുന്ന ദേഹം എന്ന് ഭാഗവതം ഭംഗിയായിട്ട് ഒരു അസുരന്റെ ഉപദേശമായി നമുക്ക് തരികയാണ് ഭാഗവതത്തിൽ കൂടിയിട്ട്. വൃത്രാസുരന്റെ ഉപദേശം കേട്ടു, നിങ്ങളൊന്നും ഓടിപ്പോവരുത്, ഈ യുദ്ധഭൂമിയിൽ നിന്ന് മരിച്ചാൽ വീരസ്വർഗമാണോ എന്നൊക്കെ വൃത്രാസുരൻ പറഞ്ഞപ്പോ അവരതൊന്നും കേട്ടില്ല. അയാളിപ്പോ ഹോമകുണ്ടത്തുനിന്ന് വന്ന സാധന, നമുക്ക് അങ്ങനെയാണോ? ഭാര്യ റേഷൻ കാർഡൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് അവര് പോയി. ഒടുവിൽ വൃത്രാസുരൻ നേരിട്ട് ഇന്ദ്രനോട് യുദ്ധത്തിന് പുറപ്പെട്ടു. ആ യുദ്ധഭൂമിയിൽ വച്ച് വൃത്രാസുരൻ ദേവേന്ദ്രന്റെ കയ്യിലുള്ള വജ്രായുധത്തിലേക്ക് ഒരു നോട്ടം നോക്കി. അവിടെ സാക്ഷാൽ ശ്രീനാരായണ തേജസ് ഭഗവാനെ വ്യക്തമായിട്ടൊരു നിമിഷം വൃത്രാസുരൻ ദർശിച്ചതും താൻ യുദ്ധഭൂമിയിലാണ് എന്ന് പറഞ്ഞു. തൻ്റെ മുൻപിൽ തൻ്റെ ശത്രുവായ ഇന്ദ്രനുണ്ട് എന്ന് മറന്നു. കണ്ണുനീരോട് കൂടിയിട്ട് ദേവേന്ദ്രന്റെ മുമ്പില്, ഭഗവാന്റെ മുൻപിൽ വൃത്രാസുരൻ ഒരു സ്തുതി സ്തുതിച്ചു എന്നാണ്. അഹം ഹരേ തവ പാദൈകമൂലദാസാനുദാസോ ഭവിതാസ്മി ഭൂയ മനസ്മരേതാസുപതേർഗുണാംസ്തേ ഗൃണീതവാക് കർമ്മ കരോതു കായ. ഭഗവാനെ, അങ്ങയുടെ പാദാരവിന്ദത്തെ നേരിട്ട് ആശ്രയിക്കുന്ന ഒരു പരമഭക്തനാവാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ അറിയോ? ദാസാനുദാസോ ഭവിതാസ്മി ഭൂയ. അങ്ങയുടെ പാദാരവിന്ദത്തെ ആശ്രയിക്കുന്ന ഏതെങ്കിലും ഒരു പരമഭക്തന്റെ പാദഭക്തന്റെ ദാസന്റെ ദാസന്റെ ദാസനായിട്ട് അവസാന കണ്ണിയായിട്ടെങ്കിലും എന്നെ അങ്ങ് കാണണം. എനിക്ക് ദേവലോകം വേണ്ട, എനിക്ക് രസാധിപത്യം വേണ്ട, എനിക്ക് ചക്രവർത്തി പദവി വേണ്ട, എനിക്ക് ഈ പറയുന്നതായ ഒരു സുഖങ്ങളും വേണ്ട. പിന്നെ എന്താ വൃത്രാസുരന് വേണ്ടത്? അരവിന്ദാക്ഷ ദിദൃക്ഷതേ ത്വാം. എനിക്കൊരൊറ്റ മോഹേ ഉള്ളൂ. എന്താ മോഹം? അരവിന്ദാക്ഷനായ താമരക്കണ്ണനായ അങ്ങയെ ഒന്ന് കാണണം. കാണാലോ. ഇപ്പോ കുറെ പ്രാരബ്ധം അനുഭവിച്ച് ചാവുക, എന്നിട്ട് കർമ്മഫലം അനുഭവിക്കാൻ വീണ്ടും ജനിക്കുക, എന്നിട്ട് പുതിയ കർമ്മങ്ങൾ കുറെ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഫലം അനുഭവിക്കാൻ വീണ്ടും ജനിക്കുക. ഇങ്ങനെ കുറെ കാലം ജനിച്ചു മരിച്ചു ജനിച്ചു മരിച്ചു ജനിച്ചു മരിച്ച് ഈ പുണ്യപാപ കർമ്മങ്ങളെല്ലാം തീരുമ്പോ എന്നെ കാണാട്ടോ എന്നാണെങ്കിൽ അത്രയൊന്നും കാത്തു നിൽക്കാൻ എനിക്ക് ക്ഷമയില്ല. അത്രയൊന്നും കാത്തു നിൽക്കാൻ എനിക്ക് ക്ഷമയില്ല. എനിക്ക്
അങ്ങയുടെ അടുത്തേക്ക് കുതിച്ചു വരണം എന്ന ആഗ്രഹം. എന്നാ വന്നോളൂ. വരാൻ പറ്റണ്ടേ? ദേ അജാതപക്ഷ ഇവ മാതരം ഖഗാഹ. തീറ്റ തേടിപ്പോയതായ തൻ്റെ തള്ളപ്പക്ഷി ദൂരത്ത് നിന്ന് തനിക്കുള്ളതായ എന്തോ ഒരു ഭക്ഷണവുമായിട്ട് കൊക്കിലൊതുക്കി വരുന്ന കാഴ്ച കാണുമ്പോൾ കൂട്ടിലിരിക്കുന്ന ആ കുഞ്ഞിപ്പക്ഷിക്ക് അമ്മയെ കാണുമ്പോൾ ഒരു മോഹം. എന്ത്? അമ്മയുടെ അടുത്തേക്ക് അങ്ങോട്ട് പറക്കണം. ആവേശത്തിന് ഇവൻ കാല് കുത്തിയിട്ടൊരു ചാട്ടം ചാടി. മുകളിലേക്കല്ല പോയത്, താഴേക്കാ വീണത്. എന്തേ? അജാതപക്ഷ. ചിറകുകളില്ല. ചാടിയപ്പോഴാ മനസ്സിലായത്. ഇതുപോലെ പരമഹംസന്മാര് പറന്ന് ആശ്രയിക്കുന്നതായ അങ്ങയെ ആശ്രയിക്കാൻ ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന ചിറകുകൾ അടിയൻ ഇനിയും മുളച്ചിട്ടില്ല. ഇവിടെ നിന്ന് കരയാനല്ലാതെ എനിക്ക് സാധിക്കണില്ല. സ്തന്യം യഥാവത്സതരാക്ഷുധാർത്ത. അമ്മയുടെ അകട്ടിലേക്ക് പാല് കുടിക്കാൻ കുതിക്കുന്ന ഒരു പശുക്കുട്ടിക്ക് എപ്രകാരമാണോ കഴുത്തിൽ കെട്ടിയ ഒരു കയറ് തടസ്സമായിരിക്കണത്, അതുപോലെ എല്ലാം വിട്ട് ഭഗവാനെ അങ്ങയിലേക്ക് ചേരണം എന്ന് ആഗ്രഹമുണ്ട്. അതേസമയം പ്രാരബ്ധ കയറുകൾ പറകുന്നു വലിക്കുന്നുണ്ട്. കുറച്ചും കൂടി കേട്ടിട്ട് പോവാം. ഭാഗവതല്ലേ, ഭഗവാന്റെ കഥയല്ലേ, കുറച്ചുകൂടി കേട്ടിട്ട് പോവാം. അയ്യോ, 4 മണി ആവാറായി. വീട്ടില് വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടേ. പിറകുന്ന കയറ് വലിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഭാഗവതമുണ്ട്. ഈ ഒരു അവസ്ഥയില് വൃത്രാസുരൻ പറയാ, ഞാൻ എന്ത് ചെയ്യണം? പ്രിയം പ്രിയേവ വ്യുഷിതം വിഷണ്ണ. സദാസമയവും തൻ്റെ പതിയെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പതിവ്രതയെ പോലെ അങ്ങയെ ചിന്തിച്ചു കൊണ്ടിരിക്കണ എനിക്ക് അങ്ങല്ലാതെ മറ്റൊരു നാഥനില്ല ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്ന വൃത്രാസുരന്റെ ഭക്തി കണ്ട് ഇന്ദ്രൻ പോലും അത്ഭുതപ്പെട്ടു. ഒടുവിൽ അതിഗംഭീരമായ യുദ്ധത്തിൽ വൃത്രാസുരനെ ദേവേന്ദ്രൻ തന്റെ വജ്രായുധം കൊണ്ട് വധിച്ചു. അവിടെ ഒരത്ഭുതം ഉണ്ടായി. എന്താ അത്ഭുതം? വൃത്രാസുരന്റെ ശരീരത്തിൽ നിന്നൊരു ജ്യോതിസ് ഭഗവാനിലേക്ക്, ഭഗവത് ലോകത്തിലേക്ക് ലഭിച്ചു. ഇത് കണ്ട സകലരും അത്ഭുതപ്പെട്ടു. ദേവേന്ദ്രാദികൾ പോലും അത്ഭുതപ്പെട്ടു. വൃത്രാസുരന് മോക്ഷം എന്നുള്ളതായ ആ ഒരു ഭാവം. കഥ കേൾക്കുന്ന പരീക്ഷിത്ത് ചോദിച്ചു, നാരായണേ ഭഗവതി കഥമാസേ ദൃഢാമതി. ഒരസുരനായിട്ടും യുദ്ധഭൂമിയിൽ വെച്ച് ഭഗവാന്റെ നാമം ജപിക്കാൻ എങ്ങനെ സാധിച്ചു വൃത്രാസുരന്? ഇവിടെ ഇപ്പോ നാമം ജപിക്കാൻ സകല തരത്തിലുള്ള സാഹചര്യങ്ങളും അനുകൂലമായാൽ തന്നെ പുറത്തേക്ക് വരാൻ എന്തൊരു ബുദ്ധിമുട്ടാ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ എന്ന് ജപിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചാലും പുറത്തേക്ക് വരുമ്പോഴേക്കും ഗോവിന്ദ ഗോവിന്ദ. ആ സമയത്താണ് ഒരു അസുരൻ യുദ്ധഭൂമിയിൽ വെച്ച് ഭഗവാന്റെ നാമം ജപിച്ചു എന്ന് വെച്ചാൽ വൃത്രാസുരൻ സാധാരണക്കാരനല്ലല്ലോ. ആരാ വൃത്രാസുരൻ? എന്തുകൊണ്ടാ വൃത്രാസുരൻ ഇങ്ങനെ നാമം ജപിക്കാൻ സാധിച്ചത് എന്ന് ചോദിച്ചപ്പോഴാണ് ജന്മാന്തരേ ഭവേത് പുണ്യം. ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത പുണ്യം കൊണ്ട് മാത്രമേ ഒരാളുടെ നാവില് ഭഗവാന്റെ തിരുനാമം വരുള്ളൂ. പൂർവജന്മത്തിൽ ചിത്രകേതു എന്ന രാജാവായിരിക്കെ ചെയ്തതായ സുകൃതത്തിന്റെ, ആരാധനയുടെ, സ്തുതിയുടെ, സംഘർഷണമൂർത്തിയുടെ അനുഗ്രഹം നേടിയതിൻ്റെ ഫലമാണ് ഈയൊരു അസുര ജന്മത്തിലേക്ക് പിറന്നിട്ടും അദ്ദേഹത്തിന് നാമം ജപിക്കാൻ സാധിച്ചത്.